ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷെമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ജെല്ലി ഫ്രൂട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ അടിപൊളി പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ജലാറ്റിനാണ്. 3 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ജലാറ്റിൻ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ജലാറ്റിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിലും എടുക്കാം. ഈ ജലാറ്റിൻ ഒരു തരി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് ജലാറ്റിൻ ഇരിക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ജലാറ്റിനിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് മാറ്റി വെക്കാം, ഇതൊന്ന് കുതിർന്ന് കിട്ടുന്നത് വരെ. ഈ ജെല്ലി ഫ്രൂട്ട് പുഡിങ്ങിന് ആദ്യം നമ്മൾ ജെല്ലി ലെയർ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടി പോംഗ്രനേറ്റിന്റെ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. 2 പോംഗ്രനേറ്റിന്റെ സീഡ്സ് ആണ്. അപ്പൊ ഇതൊരു കളറിന് വേണ്ടിയാണ് ഇപ്പൊ ഞാനിവിടെ പോംഗ്രനേറ്റിന്റെ സീഡ്സ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ വെള്ളം ചേർത്തിട്ട് 1 കപ്പ് ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പൊ പോംഗ്രനേറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് കളറിന് വേണ്ടി സ്ട്രോബെറി മിൽക്ക് മിക്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. വെള്ളത്തിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 4 ഡ്രോപ്സ് കളർ ചേർത്താലും മതി. നമ്മുടെ ജലാറ്റിൻ ഇപ്പൊ ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജെല്ലി പുഡിംഗ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഒരു പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് സ്ട്രോബെറി മിൽക്ക് മിക്സ് 2 ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നല്ല കളർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ പഞ്ചസാരയും ജലാറ്റിനും ഒക്കെ നന്നായി ഒന്ന് മെൽറ്റായി വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാതെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ജലാറ്റിൻ നമ്മൾ സോക്ക് ചെയ്തത് കാരണം തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ജലാറ്റിന് മെൽറ്റ് ആയിട്ടുണ്ടോന്ന്. ഇപ്പൊ ജലാറ്റിനും പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുക. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോട് കൂടി തന്നെ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിന്റെ പകുതി ഭാഗം നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ കസ്കസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് സമയം ഇത് മാറ്റി വെക്കണം. അപ്പോഴേക്കും കസ്കസും പാലും നന്നായി മിക്സായി വന്ന് കസ്കസ് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ കസ്കസ് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിന് മധുരത്തിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി മധുരം വേണ്ടവർക്ക് ഇനിയും കുറച്ചുകൂടിയൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പൊ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള പുഡിങ്ങിന്റെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ജെല്ലി ലെയർ നല്ല ജെല്ലി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കാം. കസ്കസും പാലും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത മിശ്രിതമാണിത്. ഇതാണ് നമ്മുടെ പുഡിങ്ങിന്റെ സെക്കൻഡ് ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ നല്ല ജെല്ലി ആയിട്ടാവും ഇരിക്കുക. സെക്കൻഡ് ലെയർ നല്ല ക്രീമി പരുവത്തിലും. നമുക്കിത് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്, അല്ലാതെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പുഡിംഗ് അല്ല. ഇതിന്റെ ഫസ്റ്റ് ലെയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ 3rd ലെയർ. 3 ലെയർ ആയിട്ടാണ് നമ്മുടെ ഈ വെറൈറ്റി പുഡിംഗ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ മിക്സഡ് ഫ്രൂട്ട് ഇതിന്റെ മുകളിലേക്ക് 3rd ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മിക്സഡ് ഫ്രൂട്ട് തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു വെറൈറ്റി ഫ്രൂട്ട്സോ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഫ്രൂട്ട്സോ അതൊക്കെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിനും 3rd ലെയറിനും വേണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ജെല്ലി ഫ്രൂട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ലെയറിൽ ഇരിക്കുന്ന വെറൈറ്റി പുഡിംഗ് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണിത്. ഈ 3 ലെയറിലുള്ള ജെല്ലി പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.